അപ്പോൾ നമുക്ക് വർക്കിനായിട്ടുണ്ടായിരുന്നത് ഹൈക്രോസ് ZX ഓപ്ഷൻ എക്സ്ക്ലൂസീവ് എഡിഷൻ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വെഹിക്കിളിനകത്ത് നമുക്ക് ചെയ്യാനുണ്ടായിരുന്ന വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ചേഞ്ച് ചെയ്തത് ഹെഡ് ലാമ്പാണ്. അപ്പോൾ ഇത് ആൽഫ്രഡ് ഹെഡ് ലാമ്പാണ് കേട്ടോ. 3 പ്രൊജക്ടർ ബൈ LED കൂടിയാണ് ഈ ഒരു ഹെഡ് ലാമ്പ് വരുന്നത്. അതിനകത്ത് മെട്രിക്സ് ഇൻഡിക്കേറ്ററും DRലും വരും. കാര്യം ഹൈക്രോസ് ZX ഓപ്ഷനകത്ത് നമുക്ക് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊന്നും ഹെഡ് ലാമ്പിനകത്ത് വരുന്നില്ല. പകരമായിട്ട് അവർ DRL ആൻഡ് ഇൻഡിക്കേറ്റർ താഴത്ത് ഈ ഒരു പോർഷനിൽ സ്റ്റോക്ക് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊജക്ടർ ഹെഡ് ലാമ്പ് നമ്മൾ ആഡ് ചെയ്തു. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു Type 2 ഗ്രില്ലാണ്. അപ്പോൾ ZX ഓപ്ഷനിൽ മാത്രം, അതായത് അഡാസ് ഉള്ള വെഹിക്കിൾസിൽ മാത്രമാണ് ഈ ഒരു ടൈപ്പ് ലോഗോസ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഗ്രില്ല് കാര്യങ്ങളെല്ലാം ഫുള്ള് ചേഞ്ച് ചെയ്തു. മേളത്തെ ആ ഒരു വൈറ്റ് പാറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റ് തന്നെ ഈ ഒരു ഗ്രില്ലിനകത്ത് പ്ലേസ് ചെയ്യാൻ പറ്റും. നമുക്ക് എക്സ്ട്രാ ആയിട്ട് വെക്കുന്നില്ല കേട്ടോ. ഈ ഒരു പോർഷൻ പോലും നമ്മൾ ഒറിജിനൽ ഗ്രില്ലിൽ നിന്നും റിമൂവ് ചെയ്ത് നമ്മൾ ഈ ഗ്രില്ലിലോട്ട് പ്ലേസ് ചെയ്യുന്നതാണ്. അതേപോലെ ലോഗോ, അഡാസ് എല്ലാം നമുക്ക് ഡയറക്റ്റ് തന്നെ ഇതിനകത്ത് പ്ലേസ് ചെയ്യാൻ പറ്റും. പോരാതെ തന്നെ 3 ആംബർ ലൈറ്റ് വരുന്നുണ്ട്. 3 അല്ല 4 ആംബർ ലൈറ്റ് വരുന്നുണ്ട്. ഈ ആംബർ ലൈറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഫുള്ള് ബ്ലാക്കിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. കസ്റ്റമറിന് ലൈറ്റ് ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അത് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രൈ കളർ ഫോഗ് ലാമ്പാണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന GPN എന്ന് പറയുന്ന ബ്രാൻഡാണെങ്കിൽ ഇപ്രാവശ്യം നമ്മൾ എടുത്തിരിക്കുന്നത് നെക്കാമിച്ചി എന്ന് പറയുന്ന ബ്രാൻഡിൽ ഒരു ട്രൈ കളർ ഫോഗ് ലാമ്പാണ്. അപ്പോൾ ഇത് നമുക്ക് 1 ഇയർ ആണ് ഇതിൻ്റെ വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് ഈ പ്രോഡക്റ്റുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമുക്ക് കപ്ലർ ടു കപ്ലറാണ്. നമുക്ക് ഇതിനകത്ത് വയർ കട്ടിങ്ങോ വയർ സ്ലീവിങ്ങോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഡയറക്റ്റ് തന്നെ ഫിറ്റ്മെൻറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മൾ ഫ്രണ്ടിലത്തേക്ക് വേണ്ടി ഈ ഒരു വെഹിക്കിളിന് വേണ്ടി ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സ്കാനിങ്ങോട് കൂടിയിട്ടാണ് നമ്മളെ ഈ ഒരു ടെയിലൈറ്റിൻ്റെ വർക്കിങ് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. പോരാതെ തന്നെ നമുക്ക് മാട്രിക്സ് ഇൻഡിക്കേറ്ററും നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. മാട്രിക്സ് ഇൻഡിക്കേറ്റർ ഉണ്ടല്ലേ. പോരാതെ തന്നെ നമുക്ക് ബ്രേക്ക്, റിവേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫുൾ LED ആയിട്ടാണ് ഈ ഒരു ഇതിലൂടെ വരുന്നത് കേട്ടോ. പോരാതെ തന്നെ ഇത് 3 പീസാണ് വരുന്നത്. ഈ ഒരു പീസും ഇതൊരു പീസും അറ്റത്ത് ഒരു പീസും ആയിട്ട് അങ്ങനെ 3 പീസാണ് വരുന്നത്. നമുക്ക് ലെക്സസ് ആണെങ്കിൽ നമുക്ക് 5 പീസാണ്. അതേപോലെ BYD ആണെങ്കിൽ നമുക്ക് 3 പീസാണ്. ലെക്സസ് Type 2 ആണെങ്കിൽ നമുക്ക് 3 പീസിലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇത്രയും വർക്കാണ് ഈ ഒരു വെഹിക്കിളിനകത്ത് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പറയാൻ വിട്ടുപോയ 2 കാര്യങ്ങളൂടെ ഉണ്ട്. ഒന്ന് നമ്മളെ അലൂമിനിയം റൂഫ് റെയിലാണ് കേട്ടോ. നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ, അലൂമിനിയം റൂഫ് റെയിൽ. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സൺകൂൾ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ നമ്മൾ ആൻറ്റി ഗ്ലെയർ ആൻഡ് സൈഡ് ഫിലിംസാണ് നമ്മൾ ഈ ഒരു വെഹിക്കിളിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഫിലിം കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. സാധാരണ നമുക്ക് ഗാർവെയർ ഉണ്ട്, അതേപോലെ സെറാം ഷീൽഡ് ഉണ്ട്, സൺകൂളുണ്ട്, സെറാം ഷീൽഡ് ഗ്രീൻ ഉണ്ട്, 3M ഉണ്ട്, വെറുത്തുണ്ട്, അതേപോലെ തന്നെ ടർട്ടിൽ വാക്സ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഫിലിംസുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളെ ഈ ഒരു വെഹിക്കിളിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.